എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. എന്താണത്? പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ അല്ലേ? ഓക്കെ. അപ്പോൾ അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഇപ്പോൾ നമുക്കറിയാം, ഒന്നിനേക്കാൾ വലിയ സംഖ്യയുടെ ഫാക്ടേഴ്സ്, അതായത് ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രമാണെങ്കിൽ അല്ലേ, അതിന് നാം എന്ത് പറയും? അതിനെയാണ് നാം പ്രൈം നമ്പർ എന്ന് പറയുക. മനസ്സിലായല്ലോ? അതായത് പ്രൈം നമ്പേഴ്സിന് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും, എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും? ആകെ 2 ഫാക്ടേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അതിൽ ഒരെണ്ണം ഏതായിരിക്കും? ഒരെണ്ണം 1, അടുത്തതോ ആ സംഖ്യയും അല്ലേ? വേറെ ഫാക്ടേഴ്സ് ഒന്നും അതിനുണ്ടാവില്ല. അതിനെയാണ് നാം എന്ത് പറയുക? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയുക അല്ലേ? ഇപ്പം നമ്മൾ അതിന് മുമ്പ് തന്നെ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ 1 അല്ലേ, 1നെ നമുക്കറിയാം 1 × 1 1 അല്ലേ, 1 × 1 1. ഇനി 2 ആണെങ്കിലോ 1 × 2 അല്ലേ. ഇനി 3 ആണെങ്കിൽ 1 × 3. ഇപ്പം നമ്മൾ ഘടകങ്ങളാണ് എഴുതുന്നത്, അതിൻ്റെ ഫാക്ടേഴ്സ്. 3നെ 1 × 3. 4 ആണെങ്കിലോ പിന്നെയോ 2 × 2 എന്ന് എഴുതാം അല്ലേ. 2 × 2 4 തന്നെയാണ്. ഓക്കെ. ഇനി 5 ആണെങ്കിൽ 1 × 5 5. അപ്പം 5ന് അതുള്ളൂ. ഇനി 6 ആണെങ്കിൽ 1 × 6 6. പിന്നെ നമുക്ക് എഴുതാലോ 2 × 3 6 അല്ലേ. ഇനി 7 ആണെങ്കിൽ 1 × 7 7. ഇനി വേറെ ഏതെങ്കിലും സംഖ്യയിൽ തമ്മിൽ ഗുണിച്ച് 7 കിട്ടുമോ? ഇല്ല. ഇനി 8 ആണെങ്കിലോ 1 × 8 8 അല്ലേ. പിന്നെയോ 8 നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടും? 2 × 4 8 ആണ്. ഇനി 9 9ന് നമുക്ക് 1 × 9 9 ആണ് അല്ലേ. പിന്നെയോ 3 × 3 അല്ലേ, 3 × 3 9 ആണ്. 1നെ നമ്മൾ മാറ്റി നിർത്തി. നമ്മൾ ബാക്കി സംഖ്യകൾ നോക്കിയേ. 2 അല്ലെ, 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 2ന്റെ ഫാക്ടേഴ്സ് 1ഉം പിന്നെ 2ഉം. 3ന് 1ഉം 3ഉം. 4നോ 1ഉം 3ഉം പിന്നെ 2ഉം വരുന്നുണ്ട് അല്ലെ. 2 × 2 4 ആണ് അല്ലേ. അപ്പൊ ബാക്കി നോക്കിയാൽ ഇപ്പൊ 2ന് 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 2 ഘടകങ്ങളേ ഉള്ളൂ അല്ലെ. 1 1, അടുത്തത് ആ സംഖ്യ തന്നെ അല്ലെ. ഇനി 3നാണെങ്കിലോ 1ഉം വരുന്നുണ്ട് 3ഉം വരുന്നു, അതായത് 1ഉം പിന്നെ അതേ സംഖ്യ തന്നെ അല്ലെ. അപ്പൊ ഇത്. ഇനി 4 ആണെങ്കിൽ ഫാക്ടേഴ്സ് 2 അല്ല, 1 2 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട് അല്ലേ. 5 ആണെങ്കിലോ 1ഉം 5ഉം. ഇനി 6 ആണെങ്കിലോ 1ഉം 6ഉം, പക്ഷെ 2ഉം 3ഉം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പോയി. ഇനി 7 ആണെങ്കിൽ 1ഉം 7ഉം മാത്രം. ഇനി 8 ആണെങ്കിൽ 1 × 8 2 × 4 അല്ലേ. 9 ആണെങ്കിൽ 1 × 9 3 × 3 അല്ലേ. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ 2 3 5 7 ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഈ സംഖ്യകൾക്ക് ആകെ 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 2 ഘടകങ്ങളേ ഉള്ളൂ അല്ലേ. ഒന്ന് ആ 1ഉം അടുത്തത് ആ സംഖ്യയും. അപ്പൊ ഈ സംഖ്യകളെയാണ് നാം എന്ത് പറയുക? പ്രൈം നമ്പേഴ്സ്, അതായത് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുക. ഇനി ഇതിൽ അഭാജ്യ സംഖ്യ, അതായത് പ്രൈം നമ്പേഴ്സ് അല്ലാത്ത ബാക്കിയുള്ള സംഖ്യകൾ എന്ത് പറയും? ഇപ്പൊ 4 6 8 9 അല്ലെ. ഇവയെ എന്തു നാം പറയും? ഇവയെ പറയും ഭാജ്യസംഖ്യ എന്ന് പറയും. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. മനസ്സിലായല്ലോ? ഇനി 1ന് എന്ത് പറയും? 1 2ൽ ഉൾപ്പെടില്ല. 1 ഭാജ്യസംഖ്യയോ അല്ല, അഭാജ്യസംഖ്യയോ അല്ല. മനസ്സിലായല്ലോ? അപ്പൊ 1 ഒരു പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പർ, അതായത് ഭാജ്യസംഖ്യയും അല്ല. അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. മനസ്സിലായോ? പരീക്ഷയ്ക്ക് ചോദിക്കും ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 1 എഴുതി വെക്കരുത്, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2. മനസ്സിലായോ? ഇനി 2ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണ്? നാം ഇപ്പോൾ പ്രൈം നമ്പേഴ്സ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കിയാൽ 2 3 5 7, ഇനി അടുത്തത് 11 വരും, 13 വരും, 17 വരും, അങ്ങനെ പോകും അല്ലെ. കുറെ പ്രൈം നമ്പേഴ്സ് ഇങ്ങനെ പോകും. ആ നമ്പറിൽ അപ്പോൾ പ്രൈം നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ് 2 എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി പ്രൈം നമ്പേഴ്സിൽ ഒരേ ഒരു ഇരട്ട സംഖ്യയേ ഉള്ളൂ, അതായത് ഈവൺ നമ്പർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതേതാണ്? അതാണ് 2. അപ്പൊ 2ന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. അതായത് പ്രൈം നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ് 2. പിന്നെയോ പ്രൈം നമ്പറുകളിൽ ആകെ ഒരേ ഒരു ഇരട്ട സംഖ്യയേ ഉള്ളൂ, ഒരേ ഒരു ഈവൺ നമ്പറേ ഉള്ളൂ, അതാണ് 2. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓഡ് നമ്പറാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ പ്രൈം നമ്പേഴ്സ് ഏതാണെങ്കിൽ നമ്മൾ നോക്കിയേ. ഇപ്പൊ 1 2 3 5 അല്ലെ, 7 11 13, അടുത്തത് 17 19 അല്ലെ. ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പോൾ ഈ 2 ഒഴിച്ചു നിർത്തിയാൽ, ഇപ്പൊ നാം പറഞ്ഞു 2 ആണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു. ഇനി 2 ആണ് ഒരേ ഒരു ഇരട്ട സംഖ്യ 2 ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി 2നെ മാറ്റി നിർത്തിക്കുന്ന ബാക്കിയൊക്കെ നോക്കി നിങ്ങൾ, ഒക്കെ എന്താണ്? ഒക്കെ ഒറ്റ സംഖ്യകളാണ് അല്ലെ, അതായത് ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ ഒറ്റ സംഖ്യകളും അഭാജ്യ സംഖ്യയാണോ? എല്ലാ ഓഡ് നമ്പേഴ്സും പ്രൈം നമ്പർ ആണോ? അല്ല, ഒരിക്കലല്ല അല്ലെ. ഇപ്പൊ നോക്കിയ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് 9 എടുത്തു. 9 ഒരു ഒറ്റ സംഖ്യയാണ് അല്ലെ.
9 നമുക്ക് നോക്കിയാൽ 1 ഇൻറ്റു 9 എന്ന് എഴുതാം. പിന്നെയോ 3 ഇൻറ്റു 3 9 അല്ലേ? അപ്പോൾ ഇത് ഒരു ഒറ്റ സംഖ്യയാണ്. പക്ഷേ ഇതെന്തല്ല, ഒരു അഭാജ്യ സംഖ്യ, ഒരു പ്രൈം നമ്പർ അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 15 എടുക്കാം. 15 നമുക്ക് 1 ഇൻറ്റു 15 15. പക്ഷെ 3 ഇൻറ്റു 5 എത്രയാണ്? 15 അല്ലേ? അപ്പം ഇതും ഒരു എന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. അപ്പം എല്ലാ ഒറ്റ സംഖ്യകളും പ്രൈം നമ്പർ അല്ല. പക്ഷേ 2 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും എന്താണ്? ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് ആണ്. നമുക്ക് ആദ്യത്തെ കുറച്ച് പ്രൈം നമ്പർ പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ? ഇപ്പം 2, 3, 5, 7, 11, 13, 17, 19 വരെയൊക്കെ നമ്മളിങ്ങനെ ഒപ്പിക്കും അല്ലേ? അടുത്ത പ്രൈം നമ്പർ ഏതായിരിക്കും? അത് കഴിഞ്ഞാൽ പിന്നത്തെ പ്രൈം നമ്പർ ഏതായിരിക്കും? ഇങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായി അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേറൊരു സൂത്രപ്പണി ഉണ്ട്. അപ്പോൾ സൂത്രപ്പണി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ കണ്ടിട്ട് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാം? നമുക്കൊന്ന് എഴുതിയിട്ട് അത് വേറെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ, അതായത് ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്നെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യം നമ്മൾ പറഞ്ഞു 1 അഭാജ്യ സംഖ്യയല്ല, ഭാജ്യ സംഖ്യയല്ല എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാം? 1 നമുക്ക് ആദ്യം അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 1 ആദ്യം നമ്മൾ വെട്ടിക്കളഞ്ഞു. ഓക്കെ, 1 പോയി. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് 2 ഒഴിച്ച് 2നെ നമ്മൾ മാറ്റിയെടുത്താൽ 2 ഒഴിച്ച് 2ന്റെ മൾട്ടിപ്പിൾസ്, 2ന്റെ ഗുണിതങ്ങൾ ഉണ്ടല്ലോ. 2 കഴിഞ്ഞാൽ പിന്നെ 4, 6, 8, 10, 12, 14, 16, 18, 20 അങ്ങനെ പോകും അല്ലേ? അതായത് 2ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ഇതിൽ നിന്ന് വെട്ടിക്കളയാം. മനസ്സിലായില്ലേ? 2നെ വെട്ടാൻ പാടില്ല. 2 ഒഴിച്ച് 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും നമ്മൾ വെട്ടിക്കളയുന്നു. അപ്പോൾ 2നെ നമ്മൾ ഒഴിവാക്കി, പോട്ടെ, മാറിക്ക് തൽക്കാലം. ഇനി 2ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 2 ഇൻറ്റു 2 4, പിന്നെ 6, 8, 10, 12 അല്ലേ? 14, 16, 18, 20, 22, 24, 26, 28, 30, 32, 34, 36, 38, 40, 42, 44, 46, 48, 50. ഇപ്പം എന്താ നമ്മൾ ചെയ്തത്? 2 ഒഴിച്ചിട്ട് 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസിനെയും നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ഇനി അടുത്ത ആളെ പിടിക്കുക. നമുക്ക് 3 അല്ലേ? അപ്പോൾ ഇതേപോലെ 3നെ ഒഴിവാക്കുക. 3നെ ഒഴിവാക്കിയിട്ട് 3ന്റെ എല്ലാ മൾട്ടിപ്പിൾസും നമ്മൾ വെട്ടിക്കളയാം. അപ്പോൾ നമുക്കറിയാം 3ന്റെ മൾട്ടിപ്പിൾസ് 3 കഴിഞ്ഞാൽ 6, 9 അല്ലേ? 12, 15, 18, 21 അങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ 3 കഴിഞ്ഞാൽ 3നെ ഒഴിവാക്കി. ബാക്കി 1 ഇൻറ്റു 3 3 കഴിഞ്ഞു. 2 ഇൻറ്റു 3 6 അല്ലേ? 6 പക്ഷെ ഇവിടെ 6 വെട്ടിപ്പോയിട്ടുണ്ട് അല്ലേ? ഇതൊരു കളി പോലെയാണ്. 6 വെട്ടിപ്പോയിട്ടുണ്ട് അല്ലേ? പിന്നെ അടുത്ത് എന്താണ്? 3 ഇൻറ്റു 3 9, അപ്പോൾ 9 വെട്ടിപ്പോയി. ഇനി 4 ഇൻറ്റു 3 12, പക്ഷെ 12 ഇവിടെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോട്ടെ. ഇനി 5 ഇൻറ്റു 3 15, 15നെ വെട്ടി. ഇനി 6 ഇൻറ്റു 3 18 അല്ലേ? 18 വെട്ടിപ്പോയിട്ടുണ്ട്. 7 ഇൻറ്റു 3 21, 21 വെട്ടിയിട്ടില്ല, 21. ഇനി 8 ഇൻറ്റു 3 24 വെട്ടിപ്പോയിട്ടുണ്ട്. 9 ഇൻറ്റു 3 27, അപ്പോൾ അത് വെട്ടി. 10 ഇൻറ്റു 3 30, അത് വെട്ടിപ്പോയിട്ടുണ്ട് അല്ലേ? ഇനി 11 ഇൻറ്റു 3 33, അത് വെട്ടി. 12 ഇൻറ്റു 3 36 വെട്ടിപ്പോയിട്ടുണ്ട്. ഇനി 13 ഇൻറ്റു 3 39, അത് വെട്ടി. ഇനി 14 ഇൻറ്റു 3 42 വെട്ടിപ്പോയിട്ടുണ്ട് അല്ലേ? ഇനി 15 ഇൻറ്റു 3 45, അത് വെട്ടിക്കളഞ്ഞു. ഇനി 16 ഇൻറ്റു 3 48 വെട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3ന്റെ കഴിഞ്ഞു. ഇനി നോക്കിയേ, ഇവിടെ 3 കഴിഞ്ഞിട്ടല്ലേ 4 നമ്മൾ വെട്ടിപ്പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 4 കഴിഞ്ഞു. ഇനി വെട്ടാതെ കിടക്കുന്ന അടുത്ത സംഖ്യ ഏതാണ്? 5 അല്ലേ? 5നെ വെട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ 5 ഒഴിച്ച് 5ന്റെ എല്ലാ ഗുണിതങ്ങളും നമ്മൾ വെട്ടിക്കളയാം. അപ്പോൾ 5 ഒഴിച്ച് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 5 എത്രയാണ്? 10, അത് വെട്ടിപ്പോയിട്ടുണ്ട്. 3 ഇൻറ്റു 5 15, അത് വെട്ടിപ്പോയിട്ടുണ്ട്. 4 ഇൻറ്റു 5 20, അതും വെട്ടിപ്പോയിട്ടുണ്ട്. 5 ഇൻറ്റു 5 25, വെട്ടിപ്പോയിട്ടില്ല, അപ്പോൾ വെട്ടിക്കളഞ്ഞു. ഇനി 6 ഇൻറ്റു 5 30, വെട്ടിപ്പോയിട്ടുണ്ട് അല്ലേ? ഇനി 7 ഇൻറ്റു 5 35, വെട്ടിയിട്ടില്ല, അപ്പോൾ അത് വെട്ടി. 8 ഇൻറ്റു 5 40, അത് വെട്ടിപ്പോയിട്ടുണ്ട് അല്ലേ? 9 ഇൻറ്റു 5 45, വെട്ടിപ്പോയിട്ടുണ്ട് അല്ലേ? 10 ഇൻറ്റു 5 50, അതും വെട്ടിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് 5 കഴിഞ്ഞല്ലേ? ഇനി നോക്കി അടുത്ത വെട്ടാതെ കിടക്കുന്ന സംഖ്യ അതാണ് 7 അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 7 ഒഴിച്ചിട്ട് 7ന്റെ എല്ലാ മൾട്ടിപ്പിൾസിനെയും വെട്ടിക്കളയാം അല്ലേ? അപ്പോൾ 7നെ നമ്മൾ ഒഴിവാക്കി. ഇനി 7ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 2 ഇൻറ്റു 7 14, 3 ഇൻറ്റു 7 21, വെട്ടിപ്പോയിട്ടുണ്ട്. 4 ഇൻറ്റു 7 28, വെട്ടിപ്പോയിട്ടുണ്ട്. 5 ഇൻറ്റു 7 35, വെട്ടിപ്പോയിട്ടുണ്ട്. 6 ഇൻറ്റു 7 42, വെട്ടിപ്പോയിട്ടുണ്ട്. 7 ഇൻറ്റു 7 49, വെട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ അതും കൂടി വെട്ടിക്കളഞ്ഞു. ഇനി ബാക്കി ഇതിൽ ഏതൊക്കെയാണ് വെട്ടാതെ കിടക്കുന്നത്? അതൊക്കെ എന്താണ്? അതൊക്കെ അഭാജ്യ സംഖ്യകളാണ്, അതായത് പ്രൈം നമ്പേഴ്സ് ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇനി വെട്ടാതെ കിടക്കുന്ന ഏതൊക്കെ നോക്കിയാൽ 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31,
37, 41, 47 അല്ലേ? ഇവിടെ ഒരെണ്ണം വിട്ടുപോയി അല്ലേ? 43 അല്ലേ? 43. അപ്പൊ ഇത്രയും സംഖ്യകളൊക്കെ എന്താണ്? അഭാജ്യ സംഖ്യയാണ്, അതായത് പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ 50-ന് താഴെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? ഈ വെട്ടാതെ കിടക്കുന്ന ഈ സംഖ്യകളൊക്കെ എന്താണ്? 50-ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് അല്ലേ? അപ്പൊ എത്ര ഉണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട് 50-ന് താഴെ. മനസ്സിലായല്ലോ? നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 92-ൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ഓൾ പ്രൈംസ് ലെസ് ദാൻ 100 അല്ലെ? 100-ന് താഴെയുള്ള എല്ലാ പ്രൈം നമ്പറും കണ്ടുപിടിക്കല്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ എന്താണ് ചെയ്തത്? 50-ന് താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കണ്ടുപിടിച്ചല്ലേ? അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലെ? പറഞ്ഞു തന്നു. അപ്പൊ അതേ രൂപത്തിൽ എന്ത് ചെയ്യാം? 100 വരെ എഴുതിയിട്ട് ഇതേപോലെ ചെയ്യാം അല്ലെ? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 1-നെ കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെ? 1-നെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? 2 ഒഴികെയുള്ള 2-ന്റെ എല്ലാ മൾട്ടിപ്പിൾസും കട്ട് ചെയ്ത് കളയാം അല്ലെ? 2-നെ കട്ട് ചെയ്യാൻ പാടില്ല, 2 ഒഴിച്ച് ബാക്കിയുള്ള മൾട്ടിപ്പിൾസും ഒക്കെ കട്ട് ചെയ്ത് കളയാം. പിന്നെ എന്ത് ചെയ്തു? 3 ഒഴിച്ച് 3-ന്റെ എല്ലാ മൾട്ടിപ്പിൾസും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെ? പിന്നെ എന്ത് ചെയ്തു? നമ്മൾ 5 അല്ലെ? 4 നമ്മൾ കട്ട് ചെയ്ത് പോയതാണ്, അതുകൊണ്ട് പിന്നെ അടുത്ത നമ്പർ 5. അപ്പൊ 5 ഒഴിച്ചിട്ട് ബാക്കിയുള്ള അതിന്റെ എല്ലാ മൾട്ടിപ്പിൾസും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെയോ 6 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ്, പിന്നെ ഉള്ളത് 7. അപ്പൊ 7 ഇതുപോലെ തന്നെ 7-നെ മാറ്റി നിർത്തിയിട്ട് അതിന്റെ എല്ലാ മൾട്ടിപ്പിൾസും കട്ട് ചെയ്ത് കളയാം അല്ലെ? ഇത്ര കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, 50 വരെയുള്ള ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് നോക്കുക, അത് നോക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം. അപ്പൊ ബാക്കി എത്ര എണ്ണം വരും? ഈ സംഖ്യകളൊക്കെ വരും. ബാക്കി 1, 2, 3, 5, 7 ഇങ്ങനെ തുടങ്ങുന്ന 97 അല്ലെ? ഇത്രയും സംഖ്യകളാണ് 100-ന് താഴെയുള്ള അഭാജ്യ സംഖ്യകൾ. നോക്കിയാ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 25 25 നമ്പേഴ്സ് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ അതൊന്ന് സാവധാനം ചെയ്ത് നോക്കാം. ഇനി അതിനെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദി പ്രൈംസ് ദാറ്റ് ഡിഫർ ബൈ 2 എമംഗ് ദീസ്. അതായത് ഈ പ്രൈം നമ്പേഴ്സിൽ ഡിഫറൻസ്, വ്യത്യാസം 2 വരുന്ന പ്രൈം ജോഡികൾ എഴുതാൻ അല്ലെ? അവ തമ്മിലുള്ള വ്യത്യാസം 2 വരാൻ പാടുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് ജോഡികൾ നോക്കിയേ. ഇപ്പൊ അതൊക്കെ 2, 3 തമ്മിലുള്ള വ്യത്യാസം 1 ആണ് അല്ലെ? അപ്പൊ അത് പറ്റില്ല. 3ഉം 5ഉം അല്ലെ? ഇവ തമ്മിലുള്ള വ്യത്യാസത്തിലാണ് 2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യത്തെ ജോഡി എഴുതാം 3, 5. ഓക്കെ, ഇതൊരു ജോഡി. ഇനി 5ഉം 7ഉം അല്ലെ? അടുത്തൊരു ജോഡിയാണ് 5, 7. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. ഓക്കെ, ഇനി 7, 11 പറ്റില്ല. 11, 13 അല്ലെ? വ്യത്യാസത്തിലാണ് 2. അപ്പൊ 11, 13 എഴുതാം. ഓക്കെ, ഇനി നോക്കിയേ 13, 14 അല്ലെ? വ്യത്യാസം 2 അല്ല, ഇവിടെ വ്യത്യാസം 17, 19. 17, 19 അവ തമ്മിലുള്ള വ്യത്യാസം 2 തന്നെ. ഇനി 19, 23 പറ്റില്ല. 23, 29 പറ്റില്ല. 29, 31 നോക്കിയാ 29, 31. 29ഉം 31 അവ തമ്മിലുള്ള ഡിഫറൻസ് 2 അല്ലെ? ഇനി 31, 37, 37, 41, 41, 43 അല്ലെ? ഡിഫറൻസ് 2 അല്ലേ? 41, 43. അപ്പൊ 41, 43. ഓക്കെ, ഇനി 43, 47, 47, 53, 53, 59, 59, 61. ഓക്കെ, വ്യത്യാസം 2 അല്ലേ? ഇവിടെ 59, 61. അപ്പൊ 59, 61. ഓക്കെ, ഇനി 61, 67, 67, 71, 71, 73. വ്യത്യാസം 2 അല്ലേ? 71, 73. ഓക്കെ, ഇനി അടുത്തത് 73, 79, 79, 51, 83, 53, 59. ഇനി ഇല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് 2 വ്യത്യാസമുള്ള ജോഡികൾ. അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. ക്യാൻ ദി പ്രൊഡക്റ്റ് ഓഫ് ദി 2 നാച്ചുറൽ നമ്പേഴ്സ് ബി എ പ്രൈം നമ്പർ? അതായത് 2 എണ്ണൽ സംഖ്യകളുടെ പ്രൊഡക്റ്റ്, ഗുണനഫലം എന്താകുമോന്ന്? അഭാജ്യ സംഖ്യ ആകുമോ? പ്രൈം നമ്പർ ആകുമോ? ഇതാണ് ചോദ്യം. അപ്പൊ 2 എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ അല്ലെ? 1, 2, 3, 4 അങ്ങനെ തുടങ്ങുന്നതാണ് എണ്ണൽ സംഖ്യ. അപ്പൊ അങ്ങനത്തെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ ആകുമെന്ന് അല്ലെ? അപ്പൊ നോക്കാം. നോക്കിയേ, ആദ്യത്തെ എണ്ണൽ സംഖ്യ അതാണ് 1 അല്ലെ? 1 × 2 എത്ര കിട്ടി നമുക്ക്? 2 കിട്ടി അല്ലെ? അത് പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പർ ആണ് അല്ലെ? ഇനി 1 × 3 2 എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു, അപ്പോൾ നമുക്ക് 3 കിട്ടി. ഇതും പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പർ ആണ്. ഇനി 1 × 5 ഗുണിച്ചാൽ എത്ര കിട്ടും? 5. അതും പ്രൈം നമ്പർ ആണ് അല്ലെ? ഇനി 1 × 4 ഗുണിച്ചാലോ? അത് പ്രൈം നമ്പർ അല്ല അല്ലെ? 1 × 4 ഗുണിച്ചാൽ 4 പ്രൈം നമ്പർ അല്ല. പക്ഷേ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? 2 എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ പ്രൈം നമ്പർ കിട്ടുമോ എന്നാണ്. പ്രൈം നമ്പർ കിട്ടും അല്ലെ? അപ്പോൾ 1ഉം 2ഉം തമ്മിൽ ഗുണിച്ചാൽ 2 കിട്ടും. 1ഉം 3ഉം തമ്മിൽ ഗുണിച്ചാലും നമുക്ക് പ്രൈം നമ്പർ. 1ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ പ്രൈം നമ്പർ. ഇനി വേണമെങ്കിൽ 1ഉം 7ഉം തമ്മിൽ ഗുണിച്ചാലും പ്രൈം നമ്പർ അല്ലെ? അപ്പൊ ഈ സംഖ്യകൾ എങ്ങനെയായിരിക്കും നോക്കിയേ? ഒരെണ്ണം, ഒരു സംഖ്യ എപ്പോഴും ഒന്നായിരിക്കണം അല്ലെ?
അപ്പോൾ രണ്ട് എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ പ്രൈം നമ്പർ കിട്ടും. എങ്ങനെയാണെങ്കിൽ എണ്ണൽ സംഖ്യ എന്തായിരിക്കണം? ഒരെണ്ണം ഒന്ന് തന്നെ ആയിരിക്കണം. ഒന്ന് കണ്ടില്ലേ? അടുത്ത എണ്ണൽ സംഖ്യ ഏതായിരിക്കണം? അത് ഒരു പ്രൈം നമ്പർ. അതായത് ഒരു പ്രൈം നമ്പറിനെ ഒന്നുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക പ്രൈം നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ് അല്ലേ? യെസ് ഇഫ് വൺ ഓഫ് ദി നമ്പർ ഈസ് 1, അതായത് ഈ ഗുണിക്കുന്ന സംഖ്യയിൽ ഒരു സംഖ്യ ഒന്നും ആൻഡ് ദി അതർ ഈസ് എ പ്രൈം നമ്പർ, മറ്റേ സംഖ്യ ഒരു പ്രൈം നമ്പർ, ഒരു അഭാജ്യ സംഖ്യയുമാണെങ്കിൽ ദി പ്രൊഡക്റ്റ് വിൽ ബി എ പ്രൈം നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവയുടെ ഗുണനഫലം പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഒരു അഭാജ്യ സംഖ്യ ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ എഴുതാം. ഇനി മലയാളം മീഡിയം കുട്ടികൾ എങ്ങനെ എഴുതണം? രണ്ട് സംഖ്യകളിൽ ഒരെണ്ണം ഒന്നും രണ്ടാമത്തെ സംഖ്യ ഒരു അഭാജ്യ സംഖ്യയുമാണെങ്കിൽ അവയുടെ ഗുണനഫലം എന്തായിരിക്കും? അഭാജ്യ സംഖ്യ ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ എഴുതി വെക്കാം. അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ക്യാൻ ദി നമ്പർ ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ബി പ്രൈം? എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് അഭാജ്യ സംഖ്യകളുടെ രണ്ട് അഭാജ്യ സംഖ്യകളുടെ തുക, രണ്ട് അഭാജ്യ സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അഭാജ്യ സംഖ്യ തന്നെ ഉത്തരം കിട്ടുമോ എന്നാണ് ചോദ്യം. അപ്പൊ രണ്ട് അഭാജ്യ സംഖ്യകൾ തമ്മിൽ ഒന്ന് കൂട്ടി നോക്കാം. നമുക്ക് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 അല്ലേ? അപ്പൊ 2ഉം 3ഉം തമ്മിൽ കൂട്ടി രണ്ട് അഭാജ്യ സംഖ്യകൾ അല്ലേ? തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. അപ്പൊ എന്താ കിട്ടിയത്? 5 എന്താണ്? ഒരു അഭാജ്യ സംഖ്യ തന്നെയാണ് അല്ലേ? 5 ഒരു പ്രൈം നമ്പറാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ 2ഉം 5ഉം തമ്മിൽ കൂട്ടി. അപ്പൊ എത്ര കിട്ടി? 5ഉം 2ഉം 7. 7 ഒരു അഭാജ്യ സംഖ്യ അല്ലേ? ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ 2ഉം 11ഉം തമ്മിൽ കൂട്ടി. അപ്പൊ എത്ര കിട്ടും? 2ഉം 11ഉം 13 അല്ലേ? അപ്പൊ അതും ഒരു അഭാജ്യ സംഖ്യ തന്നെയാണ്. ഇനി നമുക്ക് 2ന് പകരം നോക്കിയാൽ 3 എടുത്തു. 3. ഇനി 3ഉം വേറൊരു അഭാജ്യ സംഖ്യ 5 എടുത്തു. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 5ഉം 3ഉം 8 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് 3ഉം 7 എടുത്തു അല്ലേ? 7 ഒരു അഭാജ്യ സംഖ്യയാണ്. രണ്ട് അഭാജ്യ സംഖ്യ. 7 3 എത്രയാണ്? 10 അല്ലേ? അപ്പൊ ഇതൊന്നും എന്തല്ല? അഭാജ്യ സംഖ്യ അല്ല, പ്രൈം നമ്പേഴ്സ് അല്ല. അപ്പൊ നമുക്ക് എല്ലാ രണ്ട് അഭാജ്യ സംഖ്യകളും എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? പ്രൈം നമ്പർ അല്ലേ കിട്ടുക അല്ലേ? അപ്പൊ ചില അഭാജ്യ സംഖ്യകൾ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പർ കിട്ടും അല്ലേ? അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ ഒരു സംഖ്യ എന്തായിരിക്കണം? ഏതായിരിക്കണം? 2 തന്നെ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ചില അഭാജ്യ സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അഭാജ്യ സംഖ്യ തന്നെ ഉത്തരം കിട്ടും. പക്ഷേ അതിൽ ഒരു സംഖ്യ എപ്പോഴും എന്തായിരിക്കണം? 2 തന്നെ ആയിരിക്കണം. കാരണം നമുക്കറിയാല്ലേ, 2 ഒഴിച്ച് ബാക്കിയുള്ള പ്രൈം നമ്പേഴ്സ് ഒക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ 2 ഓഡ് നമ്പർ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഉത്തരം കിട്ടുക? ഈവൺ നമ്പർ ആണ് അല്ലേ? ഇരട്ട സംഖ്യയാണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പൊ അത് ഒരിക്കലും എന്തായില്ല? പ്രൈം നമ്പർ ആയിരിക്കില്ല. മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴും ഈ രണ്ട് സംഖ്യകളിൽ ഒരെണ്ണം ഏതായിരിക്കണം? 2 ആയിരിക്കണം. ഇനി 2ന്റെ കൂടെ ഏത് അഭാജ്യ സംഖ്യ കൂടി കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് പ്രൈം നമ്പർ കിട്ടുമോ? കിട്ടില്ല. ഇപ്പൊ 2ന്റെ കൂടെ നോക്കിയാൽ 2ന്റെ കൂടെ ഞാൻ 7 കൂട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 9 കിട്ടി അല്ലേ? ഇത് പ്രൈം നമ്പർ ആണോ? പ്രൈം നമ്പർ അല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഏത് രണ്ട് അഭാജ്യ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും പ്രൈം നമ്പർ കിട്ടില്ല. ചില രണ്ട് അഭാജ്യ സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പർ കിട്ടും അല്ലേ? അങ്ങനെ കിട്ടണമെങ്കിൽ അതിൽ ഒരെണ്ണം എന്തായിരിക്കണം? നിർബന്ധമായി 2 ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വൺ ഓഫ് ദി യെസ് എന്ന് എഴുതിയിട്ട് എഴുതാം. വൺ ഓഫ് ദി പ്രൈം നമ്പർ മസ്റ്റ് ബി 2 അല്ലേ? വൺ ഓഫ് ദി പ്രൈം നമ്പർ മസ്റ്റ് ബി 2. അതായത് ഈ പ്രൈം നമ്പറിൽ ഒരെണ്ണം നിർബന്ധമായിട്ട് 2 ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂ. അതായത് മലയാളം പഠിക്കാരൻ എഴുതണം, അഭാജ്യ സംഖ്യകളിൽ ഒരെണ്ണം 2 ആയിരിക്കണം അല്ലേ? ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ചാപ്റ്റർ മാത്രമല്ല, നമ്മുടെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ, ആദ്യത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് അടുത്ത പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, അതായത് രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.